ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിയോഗ പ്രാർത്ഥനയുടെ 10ാമത്തെ ദിവസമാണ് ഇന്ന്. 10 ദിവസത്തോളം നമ്മൾ രാവിലെ എഴുന്നേറ്റും അല്ലെങ്കിൽ ആ ദിവസത്തിൻ്റെ ഒരു നല്ല സമയത്ത് നമ്മൾ ദൈവവചനം സ്വീകരിച്ച് ആ ദൈവവചനത്തിൽ ജീവിതത്തെ സമർപ്പിച്ച് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ച 9 ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അപ്പോൾ നമ്മളൊരു നിമിഷം, നിങ്ങളെല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നവർ 10 ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. എല്ലാവരെയും വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ ആ തണലിലേക്ക് ചേർത്ത് നിർത്തി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രഭാതത്തിൽ ഈ സമയത്ത് നമുക്കൊന്ന് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദിവസങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ നിയോഗം സമർപ്പിച്ച് ദൈവവചനം കേട്ട് ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയാണ്. അവരെ എല്ലാവരെയും യേശുവേ അങ്ങയുടെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. അവരുടെ കുടുംബത്തെ, കുടുംബജീവിതത്തെ, വിദ്യാഭ്യാസത്തെ, ആരോഗ്യത്തെ, പ്രാർത്ഥനാ ആവശ്യങ്ങളെ, കുടുംബ സാഹചര്യങ്ങളെ, ആരോഗ്യത്തെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ഒക്ടോബർ മാസം വിവാഹത്തിൻ്റെ വാർഷികം ആഘോഷിക്കുന്നവരുണ്ട്, ജന്മദിനം ആഘോഷിക്കുന്നവരുണ്ട്, ഫീസ്റ്റ് ആഘോഷിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ വിവാഹം നടക്കുന്ന ദിവസങ്ങളുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ, അവരെല്ലാ ദിവസവും ആ സമയം എല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുവാൻ അങ്ങ് വചനത്തിലൂടെ ഞങ്ങളെ ഒരുക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളെല്ലാവരും അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദി പറഞ്ഞ് എല്ലാ മഹത്വവും അങ്ങേക്ക് നൽകുന്നു. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ, ഒന്ന് ആരാധിച്ചു തുടങ്ങിക്കേ. ഒരുമിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. 1, 2, 3, 5 പേരല്ല, 10,000 ലക്ഷക്കണക്കിന് ആളുകൾ ഈ ആത്മീയ തണലിലിരുന്ന് ഇതാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ നിയോഗത്തെ ചേർത്ത് വയ്ക്കുന്ന 1, 2, 3 പ്രാർത്ഥനാ മുറിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗം, ഞങ്ങൾക്ക് വ്യക്തിപരമായി കിട്ടിയ നിയോഗം എല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരാളെ പോലും ഒരു കാരണത്താലും മാറ്റി നിർത്താതെ ചേർത്ത് നിർത്തുകയാണ്. കാരണം ദൈവം ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. അതുകൊണ്ട് ആരെയും മാറ്റി നിർത്താൻ ഞങ്ങൾക്ക് അധികാരവുമില്ല. അതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. ആ നിയോഗം എഴുതിയ പേപ്പർ, ആ നിയോഗം നമ്മൾ 10ാമത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവകരങ്ങളിലേക്ക് അത് കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നിട്ട് നിയോഗ പ്രാർത്ഥന നമുക്കൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം. ഒരു പ്രാവശ്യം കർത്താവേ, ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ പ്രാർത്ഥനാ മുറികളിൽ ദൈവവചനത്തോട് ചേർത്ത് സമർപ്പിക്കുന്ന നിയോഗങ്ങളുണ്ട്. ആ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും ദൈവമേ നിൻ്റെ കരങ്ങളിലേക്ക് നൽകി. നിയോഗ പ്രാർത്ഥന എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച്. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്ക്, എൻ്റെ കുടുംബത്തിന് അത് സാധിച്ചു തരണമേ. നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്ക്, എൻ്റെ കുടുംബത്തിന് അത് സാധിച്ചു തരണമേ. ഒന്നും കൂടി ഒന്ന് പ്രാർത്ഥിച്ച് അല്പം കൂടെ സ്വരം ഉയർത്തി. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ആ വചനം കേൾക്കുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 8 മുതലുള്ള വാക്യമാണ്. നിയോഗം എഴുതിയ ആ പേപ്പർ ആ ഭാഗത്ത് ആ വചനത്തിൽ കൊണ്ടുവരിക. ഡയറി, പേനയൊക്കെ കൊണ്ടുവരിക. ദൈവവചനം ഫോണിലൂടെയല്ല, നമ്മൾ എഴുതപ്പെട്ട വചനം, റിട്ടൺ വേർഡ് ഓഫ് ഗോഡ്, അത് തന്നെ എടുത്ത് കയ്യിൽ പിടിച്ച് ആ വചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. 17-ാം അധ്യായം 8-ാമത്തെ വാക്യം. കർത്താവ് ഏലിയായോട് പറഞ്ഞു, നീ സീദോനിലെ സറേഫാത്തിൽ പോയി താമസിക്കണം. അവിടെ ഭക്ഷണം തരുവാൻ, താമസിക്കുവാൻ ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം എന്നെ ശ്രദ്ധിക്കണം. ഏലിയായ്ക്ക് ഈ വിധവയെ അറിയത്തില്ല. ഏലിയാ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ സറേഫാത്തിൽ പോയി, അവിടെ ഒരു വിധവയുണ്ട്, ആ വിധവ നിനക്ക് താമസവും ഭക്ഷണവും ഒക്കെ തരും എന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ ആ ഏലിയാ പ്രവാചകൻ മുന്നോട്ട് നീങ്ങി കുറച്ചു ചെന്നപ്പോൾ അവിടെ വിറക് ശേഖരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. അപ്പോൾ ആ സ്ത്രീയോട് 10ാമത്തെ വാക്യം ഇങ്ങനെയാണ്: വിറക് ശേഖരിക്കുന്നത് കണ്ടു. അവൻ അടുത്തു ചെന്ന്, കുടിക്കാൻ ഒരു പാത്രം വെള്ളം തരിക, കുറച്ച് വെള്ളം, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം തരിക എന്ന് പറഞ്ഞു. അവൾ വെള്ളം കൊണ്ടുവരാൻ പോകുമ്പോൾ അവൻ അവളോട് പറഞ്ഞു, കുറച്ച് അപ്പവും കൊണ്ടുവരിക. അപ്പോഴാണ് ആ സ്ത്രീ, ആ വിധവയായ സ്ത്രീ
വെള്ളം എടുക്കാൻ പോയ ആ സ്ത്രീ മനസ്സ് തുറന്ന് പറയുകയാണ്, പ്രവാചക സഹോദര, ഞാൻ വലിയൊരു പ്രശ്നത്തിലാണ്. നിനക്ക് ഭക്ഷണവും വെള്ളവും തരാൻ പറ്റുന്നൊരു മാനസിക നിലയിൽ പോലും അല്ല. ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ്. ഞാൻ മരണത്തിൻ്റെ മുമ്പിലാണ്. എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. അതായത് മനസ്സ് തകർന്ന ഒരാള്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, അവൾ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവാണേ, എൻ്റെ കയ്യിൽ അപ്പമില്ല. ആകെയുള്ളത് കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ്. ഞാൻ 2 ചുള്ളിവിറക് പെറുക്കുകയാണ്. ഇത് കൊണ്ടുചെന്ന് അപ്പമുണ്ടാക്കി എനിക്കും എൻ്റെ മകനും കഴിക്കണം. പിന്നെ ഞങ്ങൾ മരിക്കും, ആത്മഹത്യ ചെയ്യും. അതാ മരിക്കും എന്ന് പറഞ്ഞത്. അതായത് ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞത്, അവിടെ കൃത്യസമയത്ത് ഒരാളെ ദൈവം ആ വ്യക്തിയുടെ അടുത്തേക്ക് അയച്ചത് കണ്ടോ? കൃത്യസമയത്ത്. ഇത് കേട്ട് പ്രവാചകൻ 2 ദിവസം കഴിഞ്ഞ് പോകാമെന്നാണ് വിചാരിച്ചെങ്കിലോ അവിടെ 2 മരണങ്ങൾ സംഭവിച്ചേനെ. ദുർമരണങ്ങൾ സംഭവിച്ചേനെ. മരിക്കണമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ദൈവം കൃത്യസമയത്ത് ഒരു പ്രവാചകനെ അയച്ചു. അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിനും വിടുതലിനും അവരനുഭവിച്ച പ്രശ്നങ്ങൾക്ക് എന്നേക്കുമായൊരു പരിഹാരമായി മാറുകയും ചെയ്തു. ശ്രദ്ധിച്ചു കേൾക്കണം പ്രിയപ്പെട്ടവരെ. ഇന്ന് എന്നെ കേൾക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, നിങ്ങളുടെ വിഷമങ്ങൾ, വേദനകൾ, നിങ്ങളുടെ മനസ്സ് കടന്നുപോകുന്ന സാഹചര്യങ്ങൾ, ശരീരത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ജീവിക്കണമോ മരിക്കണമോ, ഞാൻ എന്തിനു ജീവിക്കണം, എനിക്കൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നവരും പൊട്ടവാക്ക് പറയുന്നവരും കാണുമായിരിക്കാം. ഇതാ നിങ്ങളുടെ അടുത്തേക്ക് ദൈവം അയക്കുന്ന പ്രവാചകനല്ല, ദൈവം അയക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് ഈ ചെവികളിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഡയറിയിൽ നിങ്ങൾ കുറിച്ചു വച്ചത്, ആ പേന കൊണ്ട് നിങ്ങൾ എഴുതിയത് ആ വചനമാണ്. അതെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു പ്രതിസന്ധി സമയത്ത്, കൃത്യസമയത്ത് ദൈവം നിങ്ങളുടെ അടുത്തേക്ക് അയച്ച ദൈവത്തിൻ്റെ വചനമാണത്. എനിക്ക് അത്ഭുതപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ പ്രവാചകൻ ഇച്ചിരി വെള്ളം ചോദിച്ചപ്പോഴേ ആ സ്ത്രീ അതനുസരിച്ചു. അന്നേരം എടുക്കാൻ പോയി, അപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പോയി. അതനുസരിച്ചൊരു വ്യക്തിയെ കണ്ടോ പ്രിയപ്പെട്ടവർ? നമ്മളും ചെയ്യുന്നത് വലിയ വലിയ കാര്യമൊന്നുമല്ല. ദൈവവചനം കേൾക്കുന്നു, ആ വചനത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്നു, നമ്മൾ ആ വചനം ഡയറിയിൽ എഴുതുന്നു, നമ്മളുടെ കുഞ്ഞു നിയോഗങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ആ വചനത്തോട് ചേർത്ത് വെച്ച് നിയോഗ പ്രാർത്ഥന ചൊല്ലി സമർപ്പിക്കുന്നു. അതനുസരിക്കുക കുഞ്ഞു രീതിയിലുള്ള അനുസരണമാണ് നമ്മളുടെ. ഈ അനുസരിച്ചപ്പോൾ ആ വ്യക്തിക്ക് സംഭവിച്ച കാര്യം എന്നറിയാമോ? അവൾ പിന്നീട് പോയി മരിച്ചു എന്നല്ല, ആത്മഹത്യ ചെയ്തു എന്നല്ല എഴുതിയിരിക്കുന്നത്. അവളുടെ പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിഹാരം ദൈവം അവിടെ കൊണ്ടുവന്നു, ഒരു ഉത്തരം അവിടെ കൊണ്ടുവന്നു. ഇങ്ങനെ വിശ്വസിച്ച്, എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം, എൻ്റെ രോഗത്തിനുള്ള സൗഖ്യം എൻ്റെ യേശുവിൻ്റെ കരങ്ങളിലുണ്ട്. ഈ വചനത്തിൽ അതുണ്ട്, ഈ വചനത്തിൽ അതുണ്ട്, ഈ കേൾക്കുന്ന വചനത്തിലുണ്ട്. എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പോകുന്നു. എൻ്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം ദൈവം കൽപ്പിക്കുന്ന സമയം. എന്നേക്കുമായ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. എഴുതിയിരിക്കുന്ന വാക്ക്, ആ സ്ത്രീ ചെന്ന് പറയുന്ന വാക്കാണ് 16-ാമത്തെ വാക്യം. ഏലിയ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ കലത്തിലെ മാവ് തീർന്നുപോയി, ഭരണിയിലെ എണ്ണ വറ്റിയുമില്ല. എന്നേക്കുമായി പ്രശ്നങ്ങൾക്ക് പരിഹാരം അവിടെ വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ 4 വശത്തു നിന്ന് നോക്കിയിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊണ്ടുവരാൻ പറ്റുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടും മനസ്സും ശരീരവും ക്ഷീണിക്കുന്നു എന്നല്ലാതെ, പ്രശ്നം വഷളാകുന്നു എന്നല്ലാതെ, നിരാശ കൂടുന്നു എന്നുള്ളതല്ലാതെ വേറൊരു മാറ്റം ഉണ്ടാകുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വാക്കൊന്ന് കേൾക്കാമോ? നിസ്സാരമെന്ന് തോന്നുന്ന ഒരു കാര്യമായി നിങ്ങൾക്ക് തോന്നുമായിരിക്കാം വചനം എഴുതുന്നതും ആ വചനം സമർപ്പിക്കുന്നതും. അതിലൂടെ കൈവരുന്ന അനുഗ്രഹം നിസ്സാരമല്ല. എന്നേക്കുമായി പ്രശ്നങ്ങൾ ദൈവത്തിന് പരിഹരിക്കാൻ അറിയാം. ഈ സ്ത്രീ, ഒരാൾ മരിക്കാൻ തീരുമാനിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ഒരു ഉത്തരവും കിട്ടാതിരിക്കുമ്പോഴാണ്, എല്ലാ വഴികളും അടയുമ്പോഴാണ്, ഒരു പ്രതീക്ഷയുടെ ഒരു നാര് പോലും, ഒരു ചെറിയ ഒരു കണിക പോലും ഇല്ലാതാകുമ്പോഴാണ് ഒരാൾ നിരാശരായി മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു നൂൽ വലുപ്പത്തിലെങ്കിലും പ്രതീക്ഷ ഉണ്ടായാലുണ്ടല്ലോ, അയാൾ വീണ്ടും ജീവിക്കും. പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ്, പറഞ്ഞ വാക്കുകളിൽ പോലും നോക്കിക്കേ, ഒത്തിരി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാ. എൻ്റെ വീട്ടിൽ കുറച്ച് മാവ്, കുറച്ച് എണ്ണ, ഞങ്ങൾ മരിക്കാനിരിക്കുകയാണ്. എല്ലാത്തിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട വാക്കുകളാണ്. അവിടെയാണ് ഒരാളുടെ ജീവിതത്തെ
അതായത് മഴ പെയ്ത് വീണ്ടും തളർത്തു വരുന്ന ഒരു ചെടി പോലെ ആ ജീവിതം ഈ പ്രവാചകന്റെ വാക്ക് കേട്ടപ്പോൾ, ആ ദൈവത്തിൻ്റെ വാക്കനുസരിച്ചപ്പോൾ മഴയത്ത് ഉണങ്ങിയതുപോലെ നിന്ന ചെടി വീണ്ടും നല്ല പച്ചപ്പോടുകൂടെ തളിരിട്ട് വളർന്നു വന്നതുപോലെ ഈ വ്യക്തിയുടെ ജീവിതം അങ്ങ് മാറി. ഇതാ നിങ്ങളുടെ ജീവിതവും മാറുന്ന സമയം. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലൊരു ആത്മീയതയുടെ ദൈവത്തോട് ചേർന്ന് നിന്നതിലൂടെ, വചനം കേട്ടതിലൂടെ, നിയോഗ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതവും തളിരിടാനിടയാകട്ടെ. ജീവിതത്തിന് വഴിത്തിരിവുണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിന് വഴിത്തിരിവുണ്ടാകട്ടെ. നന്മയുണ്ടാകട്ടെ, ഐശ്വര്യമുണ്ടാകട്ടെ, അനുഗ്രഹമുണ്ടാകട്ടെ. മരണത്തെക്കുറിച്ച് പോലും ചിന്തിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. തകർന്നവരും തളർന്നവരും എന്നെ കേൾക്കുന്നുണ്ട്. വാടിയ മനസ്സ്, തളർന്ന ഹൃദയം ഒക്കെ ഉള്ളവരുണ്ട്. പലരും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥന നിർത്തിയവരുണ്ട്. എന്ത് പ്രാർത്ഥനയെന്ന് പറഞ്ഞ് മടുത്തവരുണ്ട്. കാരണം അവർ മനസ്സിൽ അവരുടെ സാധാ മനുഷ്യരല്ലേ, കുഞ്ഞു മനസ്സല്ലേ, അറിയാതെ പറഞ്ഞു പോകുന്നതാ. ദൈവം നിങ്ങളെ കാണുന്നു. മരിക്കാൻ പോവുക എന്ന് പറഞ്ഞ ആള് പോയി മരിച്ചതായിട്ടല്ല കാണുന്നത്. അനുഗ്രഹത്തിൻ്റെ ഒരു സന്തോഷത്തിൽ, അത്ഭുതത്തിൽ ഇരിക്കുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട വചനം എന്താണ്? എല്ലാ പ്രതീക്ഷയും അവസാനിച്ച്, എല്ലാ വഴികളും അടഞ്ഞ്, ഒരു വ്യക്തിയും കുടുംബവും തീരുമാനിക്കുകയാണ് പോയി മരിച്ചേക്കാം എന്ന് തീരുമാനിച്ചിരിക്കുമ്പോൾ അവിടെ ഒരു സമയമുണ്ട്. കൃത്യസമയത്തൊരു പ്രവാചകൻ അവിടെ വരുവാണ്. ഇച്ചിരി വെള്ളം വേണം, ഇച്ചിരി അപ്പം വേണം. അപ്പോഴാണ് സാഹചര്യങ്ങൾ മനസ്സിലാകുന്നത്. അവിടെ ആ പ്രവാചകനെ അവിടെ എത്തിച്ചത് ദൈവമാണ് പറഞ്ഞ നീ ഇന്ന സ്ഥലത്തേക്ക് പോകും, ആ വ്യക്തിയെ കാണാൻ അവിടെ താമസിക്കും. ദൈവം ആ തകർന്ന വ്യക്തിയുടെ അടുത്തേക്ക് കൃത്യസമയത്ത് അയച്ചൊരു പ്രവാചകനെ കണ്ടോ? ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട സാഹചര്യത്തിലേക്ക് ദൈവം കൃത്യസമയത്ത് അയച്ച വചന ശുശ്രൂഷ ചെയ്ത്, കൃത്യസമയത്ത് നിങ്ങളെ കേൾപ്പിച്ച വചനമായത്. ഇത് എപ്പോഴേലും കേൾക്കേണ്ട വചനമല്ല, ഇന്ന് കേൾക്കേണ്ട വചനം തന്നെയാണ്. ഇപ്പൊ തന്നെ അത് ഏറ്റെടുക്കേണ്ട വചനമാണ്. അവിടെ സാഹചര്യങ്ങളാണ് മാറിയത്. കുറച്ച് മാവ് കുറച്ച് എണ്ണ എന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് കലത്തിലെ മാവും തീർന്നില്ല, ഭരണിയിലെ എണ്ണ വറ്റിയതുമില്ല. ഉറവ കിണറിലെ ഉറവ പോലെ അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായി. ദൈവത്തിന്റെ കയ്യൊപ്പ് അവിടെ വന്നു, ദൈവത്തിന്റെ ഇടപെടൽ അവിടെ വന്നു. ഇന്ന് നിങ്ങൾ കേട്ടത് പ്രവാചകനെയല്ല, നിങ്ങൾ കേട്ടത് ദൈവത്തിന്റെ വചനമാണ്. ദൈവം തന്നെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ ഇന്ന് കേട്ട രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ സമയമുള്ളതുപോലൊക്കെ ഒന്ന് വായിക്കണം. എന്നിട്ട് ആ നിയോഗം ആ ഭാഗത്ത് ചേർത്ത് ആ വചനത്തിൻ്റെ ആ താളിൽ വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു കുരിശടയാളം വരയ്ക്കാൻ പോവുകയാണ്. വിശ്വാസത്തോടെ നിങ്ങളുടെ കരങ്ങൾ ആ തള്ളവരലുകൊണ്ട് ആ ഒരു കുരിശ് വരയ്ക്കാൻ പോവുകയാണ്. കർത്താവേ, ലക്ഷക്കണക്കിന് പ്രാർത്ഥനാ മുറികളിൽ നിയോഗം എഴുതി വച്ചിരിക്കുന്ന ആ ഒരു പേപ്പറിൽ ഇതാ വിശ്വാസത്തോടെ കുരിശടയാളം വരച്ച് ഞങ്ങൾ പറയുകയാണ്. വിശ്വാസത്തിൽ പറയുകയാണ്, പ്രാർത്ഥനയോടെ പറയുകയാണ്, ദൈവത്തിൽ ആശ്രയം വെച്ച് പറയുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇത് സാധിച്ചു കിട്ടും. യേശുവിൻ്റെ നാമത്തിൽ ഈ നിയോഗത്തിൻ്റെ മേൽ അത്ഭുത വിടുതലുകൾ സംഭവിക്കും. യേശുവിൻ്റെ നാമത്തിൽ വലിയ സൗഖ്യങ്ങൾ സംഭവിക്കും. യേശുവിൻ്റെ നാമത്തിൽ പുതിയ വഴികൾ തുറക്കും. നിരാശ മാറും, അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, സാക്ഷികൾ ഉണ്ടാകും. ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടും, ഈ മക്കൾ രക്ഷപ്പെടും. നല്ല ഭാവി ഇവർക്ക് ലഭിക്കും, നല്ല ആരോഗ്യം ലഭിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഈ വചനത്തിലൂടെ, ഈ നിയോഗ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നിയോഗ പ്രാർത്ഥന നമ്മൾ ചൊല്ലാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ എന്ത് നിയോഗമാണ് സമർപ്പിച്ചതെന്ന്. അത് ദൈവത്തിനറിയാം. ആ ദൈവത്തിൻ്റെ കണ്ണുകൾ അത് കണ്ടിട്ടുണ്ട്. ആ നിയോഗത്തെ ഒന്ന് കൈകളിലെടുത്ത്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 10,000 ലക്ഷങ്ങൾ ഒരുമിച്ച് ആ നിയോഗം ഒന്ന് കയ്യിലെടുത്ത് പിടിച്ച്, എന്നിട്ട് ആ നിയോഗ പ്രാർത്ഥന ഒന്ന് ചൊല്ലുക. ഓരോ പ്രാവശ്യം 3 പ്രാവശ്യം ഒന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം 33 പ്രാവശ്യം നിയോഗ പ്രാർത്ഥന ചെല്ലണം. ഓരോ നിയോഗത്തിന് വേണ്ടി 11 പ്രാവശ്യം, 2ാം നിയോഗത്തിന് വേണ്ടി 11 പ്രാവശ്യം, 3ാം നിയോഗത്തിന് വേണ്ടി 11 പ്രാവശ്യം, അങ്ങനെ മുഴുവൻ 33 പ്രാവശ്യം നിയോഗ പ്രാർത്ഥന. നമ്മൾ 1ാം നിയോഗത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. താവേ, ലക്ഷക്കണക്കിന് ആളുകൾ എടുത്തു പിടിച്ച് പ്രാർത്ഥിക്കുന്ന ആ 1ാം നിയോഗം യേശുവിൻ്റെ നാമത്തിൽ അത് ഏൽപ്പിച്ചു തരുന്നു. കർത്താവ്, നിയോഗ പ്രാർത്ഥന ചെല്ലാം. എൻ്റെ കൂടെ ചെന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, എൻ്റെ ഈ 1ാം നിയോഗത്തെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. 2ാം നിയോഗത്തെ സമർപ്പിച്ചെന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കൂടെ, യേശുവേ, എൻ്റെ ഈ 2ാം നിയോഗത്തെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ.
യേശുവെ മൂന്നാം നിയോഗത്തെ സമർപ്പിച്ച്, യേശുവെ എൻ്റെ ഈ മൂന്നാം നിയോഗത്തെ സമർപ്പിച്ച് എനിക്കിത് സാധിച്ചു തരണമേ, സാധിച്ചു തരണമേ. നിങ്ങൾ ഈ പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലുക. സാധിക്കുന്നിടത്തോളം ആളുകൾക്ക് നിയോഗ പ്രാർത്ഥനയെക്കുറിച്ച് പറയുക. ആ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ പ്രാർത്ഥന എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. അനേകരുടെ ജീവിതത്തിന് വിടുതൽ കാരണമാകുന്ന വചനം നമ്മളിലൂടെ, നമ്മുടെ ഫോണിലൂടെ അനേകർ അറിയട്ടെ. ലോകം മുഴുവൻ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ ഉയർന്നു നിൽക്കട്ടെ. ദൈവത്തിൻ്റെ സ്വരം നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ കേൾക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കും കേട്ടോ. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളോട് കൂടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ 10-ാം ദിവസം 10 ദിവസം പങ്കെടുത്ത ലക്ഷക്കണക്കിന് ആളുകളെ, ലക്ഷക്കണക്കിന് നിയോഗങ്ങളെ, ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇനിയുള്ള 21 ദിവസത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നിയോഗങ്ങളിലൂടെ കിട്ടിയ അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ വലിയ സാക്ഷ്യങ്ങൾ ഉണ്ടാകുന്നതിന്, വലിയ വിടുതലുകൾ സംഭവിക്കുന്നതിന്, വലിയ വാതിലുകൾ തുറന്നു തരുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ. തലമുറകളെ അനുഗ്രഹിക്കണം, മാതാപിതാക്കളെ അനുഗ്രഹിക്കണം, ശുശ്രൂഷകരെ, സമർപ്പിതരെ, വൈദികരെ, ശുശ്രൂഷകരെ എല്ലാം അനുഗ്രഹിക്കണം. ധ്യാന കേന്ദ്രങ്ങളെ അനുഗ്രഹിക്കണമേ, ശുശ്രൂഷാലയങ്ങളെ അനുഗ്രഹിക്കണമേ, അഭിഷിക്തരെ അനുഗ്രഹിക്കണമേ, യുവതി യുവാക്കളെ അനുഗ്രഹിക്കണമേ. അവരുടെ വിവിധ സ്വപ്നങ്ങളിലേക്ക് പരിശുദ്ധാത്മാവെ കടന്നു വരണമേ. അവർ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ ഇടപെടണമേ. കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. രോഗികളായിട്ടുള്ളവർ, വിഷമത്തിലൂടെ ആയിരിക്കുന്ന വീടുകളിലും ഹോസ്പിറ്റലുകളിലും ആയിരിക്കുന്നവരുണ്ടാകാം, വിവിധ നിലകളിലായിട്ടുള്ളവരുണ്ടാകാം. എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരെയും മാറ്റി നിർത്തത്തില്ല, എല്ലാവരെയും ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, ആപത്തനർത്ഥങ്ങളിൽ നിന്നും, പരാജയങ്ങളിൽ നിന്നും, നഷ്ടങ്ങളിൽ നിന്നും, അപകടത്തിനും ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും എല്ലാം ദൈവം നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കട്ടെ, സൂക്ഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.